വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസ സിറ്റി പിടിക്കാനുള്ള പദ്ധതി ഊർജിതമാക്കി ഇസ്രായേൽ. 60,000 സൈനികരെ കൂടി ഇതിനായി നിയോഗിച്ചു. ഇന്ന് മാത്രം 64 പേരെ ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തി. ഇതിൽ 19 പേർ ഭക്ഷണത്തിന് വരി നിൽക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. പട്ടിണി കാരണം 3 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം 19,000 കടന്നു. നെതന്യാഹു യുദ്ധവീരനാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്ക് അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി. നടപടിയെ UN വിമർശിച്ചു. MC നാസർ ചെയ്യുന്നു. നാസർ, കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് തന്നെ 65ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. അതും ഭക്ഷണം കാത്തു നിൽക്കുന്നവർ മരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കണക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ കണക്കുകളെ സംബന്ധിച്ചും ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങളും. ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അനൗപചാരിക സ്വഭാവത്തിൽ മാത്രമാണ് ചർച്ചകൾ. അതിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ കാര്യത്തിൽ വരേണ്ടതുണ്ട്. പക്ഷേ അത് വൈകുകയാണ്. ഒരുപക്ഷെ മറ്റന്നാളേക്കകം വെള്ളിയാഴ്ച വൈകുകയോടുകൂടി ഒരു തീരുമാനം തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു പ്രതികരണം വന്നാൽ മാത്രമേ ഹമാസ് അംഗീകരിച്ചതിന് തുല്യമായിട്ടുള്ള ആ വെടിനിർത്തൽ നിർദ്ദേശവുമായിട്ട് ഇസ്രായേൽ സഹകരിക്കുമോ അതുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം ഒരുപക്ഷെ വെള്ളിയാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും ലഭ്യമാവുക. പക്ഷേ ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ലക്ഷ്യം അത് നിറവേറ്റാനുള്ള തുടക്കം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് സൈനിക വക്താവ് ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഗസ സിറ്റിക്ക് മേൽ ഇന്ന് നടന്നിരിക്കുന്നത്. ഭാഗത്ത് കൂടുതൽ താൽക്കാലിക വസതികളും മറ്റും പണിതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി തെക്കൻ ഗസയെ മാറ്റുകയും അവിടേക്ക് ഈ ഗസ സിറ്റിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരിക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ ചുവടുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ 60,000 റിസർവ് സൈനികരെ പുതുതായിട്ട് ഈ ഒരു ചുമതലയ്ക്കായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ നിന്ന് സൈനിക വൃത്തിക്കായി ഒരു 15,000 പേരെയെങ്കിലും ഉടൻ തന്നെ കണ്ടെത്താനുള്ള നീക്കവും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഗസ സിറ്റി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ 64 പേരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ന് രാവിലെ മുതൽ ഈ രാത്രി വരെയുള്ള സമയത്ത് കൊല്ലപ്പെട്ടത്. ഈ 64 പേരിൽ 19 പേർ ഈ ഭക്ഷണത്തിന് വേണ്ടി വരി നിന്ന സാധാരണ വിഷന്നൊട്ടിയ മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് അവരെ വകവരുത്തിയത്. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 2000-ന് മുകളിൽ എത്തി നിൽക്കുകയാണ്. ഈ 22 മാസമായി നടന്ന കുരുതിയിലൂടെ 62,000-ത്തിലധികം പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 19,000-ത്തോളം കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്ന് കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആക്രമണത്തിന് പുറമെ ഈ 62,000-ത്തിന് പുറമെ 10,000-കണക്കിന് ആളുകൾ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3,50,000-ലധികം പേരെയാണ് ഈ വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ പിന്നിട്ട് 22 മാസങ്ങളിലായിട്ട് കൊല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ച് മറ്റന്നാൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം, സിവിലിയൻ കൂട്ടക്കുരുതി, വംശഹത്യ അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് UN ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. മാത്രമല്ല ഇന്ന് വന്ന വാർത്തകളിൽ വളരെ ഞെട്ടലുണ്ടാക്കിയില്ലെങ്കിൽ നേരത്തെ തന്നെ അറിയാം ട്രംപിന്റെ നിലപാട് എന്താണ് എന്നുള്ളത്. പക്ഷേ അത് നെതന്യാഹുവിന്റെ പുകഴ്ത്തലിലേക്ക് കൂടി കടക്കുമ്പോൾ അത് ഇതുവരെ ഉണ്ടായിരുന്നതുപോലെയല്ല. യാതൊരു നിലപാടുമില്ലാതെ ഗസയിലെ കാര്യത്തിൽ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ന് അങ്ങനെ പുകഴ്ത്തൽ നടത്തിയത്? ധന്യ, ഇത് നേരത്തെ മുതൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൈക്കൊണ്ടുവന്ന ഒരു സമീപനം, തുറന്ന ഒരു പിന്തുണ ഇസ്രായേൽ നേതൃത്വത്തിന്, സൈനിക നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനും നൽകുന്ന ആ പിന്തുണ ആവർത്തിക്കുക മാത്രമാണ് ഇന്നിപ്പം ട്രംപ് ചെയ്തിരിക്കുന്നത്. കാരണം പിന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈനിക പദ്ധതിയെ സംബന്ധിച്ച് അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ആദ്യഘട്ടത്തിൽ ട്രംപ് ഒരു പ്രതികരണം നടത്തി. തുടർന്ന് ട്രംപ് പറയുന്നത്
ഹമാസിനെ പൂർണ്ണമായിട്ട് തകർത്തെങ്കിൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ സൈനിക പദ്ധതിയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനിക ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇസ്രായേലിന് വേണ്ടി ഒരുക്കി കൊടുക്കാനുള്ള നീക്കങ്ങൾ വളരെ ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും ഇപ്പോൾ പോലും പ്രതീക്ഷ വെക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അമേരിക്കൻ ട്രംപ് ഭരണകൂടം അതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുമെന്ന് ഈ 2 രാജ്യങ്ങളും ഖത്തറും ഈജിപ്തും കരുതുന്നുണ്ട്. പക്ഷേ ട്രംപിന്റേതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ ഗസ സിറ്റി പിടിച്ചടക്കാനുള്ള അല്ലെങ്കിൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആ നീക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പരസ്യമായിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം അനൗപചാരികമായിട്ടുള്ള ചർച്ചയിൽ ഈ ഒരു വെടിനിർത്തലിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളെ ഈ ട്രംപ് ഭരണകൂടം അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഈ 2 പേരും തങ്ങളുടെ മണ്ണിലെത്തിയാൽ പിടികൂടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. പക്ഷേ ട്രംപ് ഇതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരിക മാത്രമല്ല, ഇന്ന് കൂടുതൽ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നീക്കത്തെ നെതന്യാഹു വലിയ ധീരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ്, അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നീക്കം എന്ന അർത്ഥത്തിൽ അതിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ട്രംപിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും നെതന്യാഹു അറിയിച്ചു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് പരിരക്ഷ, നയതന്ത്ര തലത്തിലുള്ള പരിരക്ഷ നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ പ്രതികരണത്തിലൂടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യയെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു ട്രംപിനെ കൂടി കാണുമ്പോൾ ചിത്രം വ്യക്തമാണ്. കാരണം ഇത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തോടുകൂടി നടക്കുന്ന ഏറ്റവും വലിയ, ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു വംശഹത്യാ പദ്ധതിയായിട്ട് ഗസ മാറുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി അതല്ല അനൗപചാരികമായ ചർച്ചയിലൂടെ ഒരു വെടിനിർത്തലിനെ ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുമോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുക. ധന്യ.